ഇവിടുത്തെ സമരവീര്യത്തിൻ്റെ കഥകളെക്കുറിച്ച്, ഇവിടുത്തെ ധിഷണാപരമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് കേട്ട് അതിലാവേശം കൊണ്ട ഒരാളാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതിലേറെ പ്രതീക്ഷയുമുണ്ട്. ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു യുവത്വം ഇപ്പോഴും ബാക്കിയുണ്ടെന്നും അവർ മുതിർന്ന ആളുകളെ കൈപിടിച്ച് തെരുവിലൂടെ ജനാധിപത്യത്തിൻ്റെ വീഥികളിലൂടെ നയിക്കുവാൻ ശേഷിയുള്ളവരാണെന്നും തിരിച്ചറിയുന്നതിൻ്റെ അഭിമാനവും സന്തോഷവുമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി കൂപ്പുകൈ. 2015 എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളായതുകൊണ്ടാണ് ഞാനത് കൃത്യമായി ഓർത്തിരിക്കുന്നത്. ശ്രീ NS മാധവൻ ഉൾപ്പെടെ, ആനന്ദ് സർ ഉൾപ്പെടെ കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് അന്ന് ഡോക്ടർ കൽബുർഗിയുടെ വധത്തിന് എതിരായി സംസാരിച്ചിരുന്നു. അക്കാലത്ത് ബീഹാർ ഇലക്ഷന് തൊട്ടു മുമ്പിലുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. രാജ്യമൊട്ടാകെ എഴുത്തുകാരും ബുദ്ധിജീവികളും അവരുടെ അവാർഡുകൾ തിരിച്ചു നൽകുകയും സാഹിത്യ അക്കാദമിക്കെതിരെ, ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു. അന്ന് മാധവൻ സാർ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കും, എന്നും ഓർത്തിരിക്കും. അതായത് ഫാഷിസത്തിൻ്റെ 14 ലക്ഷണങ്ങളിൽ 13 ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. BJP ഗവൺമെൻറ് അധികാരത്തിലേറിയിട്ട് 1 വർഷം മാത്രമേ അന്നായിരുന്നുള്ളൂ. ആ കാലത്ത് അദ്ദേഹം പറഞ്ഞ ആ 14ാമത്തെ ലക്ഷണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പിലെ കൃത്രിമമായിരുന്നു. ഞാൻ ആലോചിച്ചത്, മറ്റു 13 ലക്ഷണങ്ങളെയും യാതൊരു സംശയവുമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ ആശ്ലേഷിച്ച ഒരു ഭരണകൂടത്തിന് 14ാമത്തെ ആ ലക്ഷണത്തോട് മാത്രം ആദരവ് കാണിക്കാൻ കഴിയുമോ എന്നതാണ്. അത് കഴിയുമായിരുന്നില്ല എന്ന് തന്നെ രാജ്യത്തെ വിവിധ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളും അതിനുശേഷമുണ്ടായ ഭരണകൂടങ്ങളുടെ വിധിയും എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു ബോധ്യമായി, ഒരു സൂചനയായി നാം മനസ്സിൽ കൊണ്ടു നടക്കണമെന്നും, ഒരു തരം അടിച്ചമർത്തൽ വിദ്യാഭ്യാസത്തിനെതിരെ ആകുമ്പോൾ നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണെന്ന് ഓർമ്മ, അദ്ദേഹം പറഞ്ഞ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന അത് നിയമമാക്കിയതിന് ശേഷമുള്ള ഒരു പ്രസംഗത്തെപ്പറ്റി ഞാൻ ഓർത്തു പോകുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ആ കഷ്ടപ്പാട് എനിക്ക് ശേഷം വരുന്ന എൻ്റെ രാജ്യത്തെ കുട്ടികൾക്കുണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ. അറിവാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ, അറിവാണ് ജനാധിപത്യത്തിൻ്റെയും അടിത്തറ, അറിവാണ് സാഹോദര്യത്തിൻ്റെ അടിത്തറ, അറിവാണ് എല്ലാ തരം സ്വാതന്ത്ര്യത്തിൻ്റെയും അടിത്തറ. അതുകൊണ്ട് അറിവിന് മുമ്പിൽ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഒരിക്കലും പതറരുതെന്നും അതിനുവേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണമെന്നും ഞാനും നിങ്ങളുമൊക്കെ മിണ്ടാതിരിക്കുവോളം നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. എന്നെയൊക്കെ അടുത്ത കാലത്ത് ആക്രമിക്കുന്ന അതൊരു വ്യക്തിയായി ഞാൻ കണക്കാക്കുന്നതേയില്ല. അധിക്ഷേപിച്ച്, ആക്ഷേപിച്ച്, അപമാനപ്പെടുത്തി, പരമാവധി ആത്മവിശ്വാസം നശിപ്പിച്ച് നിശബ്ദരാക്കുക എന്ന വലിയൊരു അജണ്ടയുടെ ചെറിയ ചെറിയ ബഹിർസ്ഫുരണങ്ങൾ മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഓർക്കുക, ശബ്ദിക്കുന്ന ഓരോ നാവും അവരോടൊപ്പം കൂടാൻ മാത്രമേ ആളുകളുണ്ടാവൂ. നിശബ്ദത മാത്രമേ പകരം വാങ്ങാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ നയിക്കുക, രാജ്യത്തെ നയിക്കുക. ധൈര്യം എന്താണെന്ന്, സ്വാതന്ത്ര്യം എന്താണെന്ന്, സാഹോദര്യത്തിൻ്റെ സന്തോഷം എന്താണെന്ന് നമ്മളെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുക. നന്ദി.